കൊല്ലത്തെ വിപഞ്ചികയുടെയും കുഞ്ഞിൻ്റെയും ദുരൂഹമരണത്തിൽ കുണ്ടറ പോലീസ് ഭർത്താവിനും വീട്ടുകാർക്കും എതിരെ കേസെടുത്തു. വിപഞ്ചികയുടെ അമ്മ ശൈലജയുടെ പരാതിയിലാണ് കേസെടുത്തത്. ആത്മഹത്യാ പ്രേരണ, സ്ത്രീധന പീഡനം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. വിപഞ്ചികയുടെ വീട്ടിൽ നിന്ന് ഇപ്പോൾ രാജ്കുമാർ ചേരുന്നു. രാജ്കുമാർ, ആ അമ്മയ്ക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? അജംഷാദ്, നമുക്ക് ഒരു അമ്മയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഏറ്റവും ഹൃദയം കൊണ്ട് തകർന്നിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. പക്ഷേ മകൾക്ക് നീതി കിട്ടണം എന്നുള്ള ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ നമ്മളോടൊപ്പം അവർ സഹകരിക്കുക പോലും ചെയ്യുന്നത്. അമ്മയ്ക്ക് എന്താ ഇപ്പം ഇക്കാര്യത്തിൽ ഈ സമൂഹത്തോട് പറയാനുള്ളത്? മോൾക്ക് നേരിട്ട ഒരു പീഡനത്തെക്കുറിച്ചൊക്കെ. എനിക്ക് എൻ്റെ മോൾക്ക് നേരിട്ട പീഡനം ഈ കുട്ടി എന്നെ മറച്ചു വെച്ചു. അതാണ് എനിക്ക് ഏറ്റവും സങ്കടം. പോട്ടെ, ഈ കുട്ടിക്ക് ഇത്രയും അനുഭവിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അവളെ ഭർത്താവിനും അവൾക്ക് അത്രത്തോളം ഇഷ്ടമായതുകൊണ്ടായിരുന്നു. ചെന്ന ആ കാലം തൊട്ട് സ്ത്രീധന പീഡനമുണ്ട്. ഇത് അറിയിച്ചില്ല. അമ്മ വിഷമിക്കും. അമ്മ സിംഗിൾ പേരൻ്റായിട്ട് വളർത്തിയതാണ്. അതൊക്കെ വെച്ച് പിന്നെ എൻ്റെ ഭർത്താവ് കുറേ കടങ്ങളുണ്ടാക്കി വെച്ചു. അതെല്ലാം ഞാൻ നികത്തി കുഞ്ഞുങ്ങളെയും പഠിപ്പിച്ച് ഈ രീതിയിലാക്കി. എന്നിട്ടും ഇനി എൻ്റെ അമ്മ വിഷമിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഒന്നും എന്നെ അറിയിക്കാതെ ഇത്രയും പീഡനങ്ങൾ അനുഭവിച്ചിട്ട് പോലും മീഡിയ വഴിയാണ് ഞാൻ അറിയുന്നത് എൻ്റെ മോള് മരിക്കുന്നത്. ഏതൊക്കെ തരത്തിലാണ് ഈ ഭർത്താവ് നിതീഷ് മകളോടുള്ള ക്രൂരത? എന്ന് വെച്ചാൽ ഉപദ്രവം തന്നെ. അവന് 2 or 3 അഫെയറുണ്ട്. ഈ അഫെയർ ഏതോ ഒരു സമയത്ത് ഇവർക്ക് എന്തോ സംശയങ്ങൾ തോന്നിയിട്ട് ഇവൻ ബോധമില്ലാതെ വന്ന് കിടന്ന ഫോൺ എല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്നത്. മോളുമായിട്ട് യാതൊരു ഫോൺ ഇതിൻ്റെ ഇല്ല. അങ്ങനെയാണ് ഒരു ദിവസം പിന്നെ ബോധമറ്റ് വന്ന് അപ്പോൾ ഈ ഫോണിൻ്റെ ലോക്ക് അവനെ കൊണ്ട് തന്നെ അഴിപ്പിച്ചു. കുഞ്ഞിന് പൊടി മേടിക്കണം, നീ ഫോണിൻ്റെ ലോക്ക് അഴിയെന്ന് പറഞ്ഞ്. അവ അത്രയും ബോധം കെട്ട് കിടന്ന സമയമായിരുന്നു. അങ്ങനെ കുഞ്ഞതെല്ലാം മേടിച്ച് ഇവൻ ചാറ്റ് ചെയ്യുന്ന ഇത്രയും അവൾ പിടിച്ച് അവളെ ഓഫീസ് ലാപ്ടോപ്പിൽ കൊണ്ടുവന്ന് ശേഖരിച്ചിട്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പെങ്ങളെ ആ ഭർത്താവിനോട് പറഞ്ഞെന്ന്, നിങ്ങളൊരു കാര്യം ചെയ്യ്, എൻ്റെ ഭർത്താവിനെ ഒന്ന് വിട്ടുതരാൻ പറ, ഞാനും എൻ്റെ കുഞ്ഞുമായിട്ടൊന്ന് സ്വസ്ഥമായിട്ട് ജീവിച്ചോട്ട്. ഒരു വീക്കെൻഡിൽ പോലും എൻ്റെ മോളരിക്കയിരിക്കത്തില്ല. ഞാൻ അവരെ അച്ഛൻ്റെ ചോദിച്ചു, എന്താ ഇങ്ങനെയൊക്കെ? അന്നേരം പറയുകയാണെ, അത് പെങ്ങളെ വീട്ടിൽ കുറേ ഫ്രണ്ട്സുകൾ വരും, അവർക്ക് നല്ല ഫുഡ് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അവരെല്ലാം കൂടി ചേർന്ന് ഫുഡ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, മോളും കൊച്ചു അത് വേണ്ടേ? അന്നേരം പറയാം, അത് എനിക്കറിയില്ല. അതേരോ ഒരവസരത്തിൽ ഇവളിങ്ങനെ പറഞ്ഞപ്പോഴായിരുന്നു ഞാൻ വിചാരിച്ചു അതൊക്കെ എത്രയേ ഉള്ളൂ എന്ന് വിചാരിച്ച്. അപ്പോൾ ഇതിൻ്റെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എൻ്റെ മോൾ എന്നോട് പറയുന്നില്ല. ശാരീരികമായി ഉപദ്രവിച്ചിരുന്നു? ശാരീരികമായിട്ട് ഉപദ്രവിച്ചല്ലേ നമ്മൾ ഈ ഫോട്ടോസിലെല്ലാം ഇട്ടിരിക്കുന്നത്. ഇതിനകത്ത് മെയിനായിട്ടൊരു പക്ഷേ ഈ കൊച്ചു, എൻ്റെ 2 മക്കളും ഡെയിലി എന്നെ വിളിക്കത്തില്ല. അത് ഞാനും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ജോലി തിരക്കുള്ളവരാ, സമയമൊക്കെ വിളിച്ചാൽ മതി. അപ്പോൾ ഇപ്പോൾ ഒരു 6 മാസം കൊണ്ട് തീരെയും വീഡിയോ കോൾ വിളിക്കുന്നില്ല. ഞാൻ ചോദിച്ചു, എന്താ മോളെ വീഡിയോ കോൾ വിളിക്കാത്തത്? അത് അമ്മ എനിക്ക് സമയമില്ല. വീഡിയോ കോൾ വിളിച്ചാൽ തന്നെയും ഞാൻ സത്യം സാറേ, ഒരു 6 മാസത്തിൽ കൂടുതൽ എൻ്റെ മോളെ ഞാൻ ഒരു 15 മിനിറ്റ് നേരെ ഇരുന്ന് കണ്ടിട്ട്. അപ്പോൾ ഇവളെ ശരീരത്തെ പാടുകൾ മറയ്ക്കാനാണ്. അവിടുത്തെ മേഡ് എന്നോട് പറഞ്ഞായിരുന്നു, എന്തൊക്കെയോ സ്വരച്ചേർച്ചകളുണ്ട് ചേച്ചി. എന്നിട്ട് മേഡിനോട് പറഞ്ഞ് എൻ്റെ അമ്മേരിക്ക പറയായിരുന്നു, നിങ്ങളെ ജോലി ക്യാൻസൽ ചെയ്യുമെന്ന്. അങ്ങനെ വരെ അവൾ പറഞ്ഞു വരട്ടി, കാര്യം എന്നെ അറിയിക്കരുതെന്നുള്ള ഒരൊറ്റ നിർബന്ധമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഓരോ കാര്യം. പിന്നെ ഇല്ലെങ്കിൽ എന്തോ ചെയ്യുമെന്നറിയാം, നമ്മളെ ശ്രദ്ധ തിരിച്ച് കുഞ്ഞിനെ മാത്രം കാണിക്കും. അവൾ പറയും, എനിക്ക് കുഞ്ഞിന് അത് കുറുക്കുണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ്. അന്നേരമൊക്കെ എൻ്റെ മനസ്സിലോരോ സംശയങ്ങളോട് എന്നിട്ട് എന്തുവായിരിക്കും ഇവളിങ്ങനെ. പിന്നെയും നമ്മൾ വിചാരിക്കും, ജോലി കൂടുതലല്ലേ അങ്ങനെ എഴുതി. പക്ഷേ ഇത്രയും വിളിക്കുന്നതിൻ്റെ എന്നതിൽ അപ്പം അവൾ എന്താണെന്നറിയോ, അവളെ ഭർത്താവിൻ്റെ മുഖം വെളുപ്പിച്ച്, കാര്യം ഇന്നല്ലെങ്കിൽ ഇത് പറഞ്ഞിനി എൻ്റെ ഭർത്താവ് എനിക്ക് നഷ്ടപ്പെട്ടാലോ, അതുകൊണ്ട് എൻ്റെ ഭർത്താവിനെ എനിക്ക് വേണം. അത്രയും അഫെയർ അവളെ മുമ്പിൽ കൊണ്ടുവന്നെന്ന് പറയുന്നവളെ. എന്നിട്ടും അവൾ സഹിച്ചെന്ന് പറയുന്നത്, അവൾ യാചിച്ചെന്ന് പറയുന്നത്, നീ കൊച്ചുമില്ലാത്തൊരു ജീവിതം എനിക്കില്ല നിതീഷേ, നീ പോയാൽ ഞാൻ അപ്പോഴും ഞാൻ ഇറങ്ങും, കാര്യം എനിക്ക് നീയും കുഞ്ഞും ഇല്ലാത്തൊരു ജീവിതം ആലോചിക്കാൻ പോലും വയ്യ എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി എന്തോ സാറേ ഞാൻ അതിൽ കൂടുതൽ പറയാൻ. അപ്പം അമ്മയുടെ ഈ നിലവിൽ ഇനി മകളുടെ ഒരു നീതി, ഇപ്പോൾ നിങ്ങൾ ഒരു പരാതി കൊടുത്തു, പോലീസ് കേസെടുത്തിരിക്കുകയാണ്. നീതി എന്ന് പറയുന്നത് ഒരു കാരണവശാലും അവന് എൻ്റെ കുഞ്ഞുങ്ങളെ വിട്ടുകൊടുക്കരുത്. രണ്ടാമത്തെ കാര്യം, ഏത് കോടതിയിലും ഞാൻ പോയി അവൻ്റെ പെങ്ങൾക്കും അച്ഛനും ശിക്ഷ മേടിച്ച് കൊടുക്കും. കാര്യമെന്ന് വെച്ചാൽ അത്ര അപമര്യാദയായിട്ടാണ് ഈ ഭർത്താവും അച്ഛനും പെങ്ങളും
പക്ഷേ പെങ്ങളെ ഭർത്താവിനെ ഞാൻ പറയത്തില്ല, അവൻ മഹാനിരപരാധിയാണ്. അദ്ദേഹം ആ വീട്ടിലില്ലാത്ത സമയത്താണ് ഈ ലീലാവിലാസങ്ങൾ മോനും അച്ഛനും പെങ്ങളും കൂടെ അവൻ്റെ വീട്ടിൽ നടത്തുന്നത്. പെങ്ങളെ വീട്ടിൽ അവൾ താമസിക്കുന്ന കരാമയിലാണ്, എൻ്റെ മോള് താമസിക്കുന്ന ഷാർജയിലാണ്. അവിടുന്നാണ് ഇവനെ ഫോൺ ചെയ്തത്. ഒരു ദിവസമില്ല, ഒരു വീക്കെൻഡ് വരുന്ന ഉടനെ അവളോ ഇല്ലെങ്കിൽ കൊച്ചിനെ കൊണ്ടോ വിളിപ്പിച്ച് കൊണ്ടുപോയി സാറെ ഫേസ്ബുക്ക് എനിക്കില്ല, എല്ലാ ഫേസ്ബുക്കിലും ആളുകൾ പറയുന്നു വിഭഞ്ചിയുടെയും കൊച്ചിൻ്റെയും ഫോട്ടോ ഇല്ല, പെങ്ങളും ഫ്രണ്ട്സും പെങ്ങളെ കൊച്ചും അച്ഛനും ഇവനുമായിട്ടുള്ള ഫോട്ടോയേ ഉള്ളൂ. ആത്മഹത്യാക്കുറിപ്പിൽ എന്തൊക്കെയാണ് പറയുന്നത്? ആത്മഹത്യാക്കുറിപ്പിൽ ഒത്തിരിയും പറയുന്നുണ്ട്. അതവൻ അനുഭവിച്ച പീഡനങ്ങൾ ഇത്രയും പറയുന്നുണ്ട്. മകളുടെ ഇപ്പം ഇങ്ങനെ ഒരു മകൾ സ്വന്തം ജീവൻ ഒടുക്കാൻ അത്രയും മാത്രം ഒരു സാഹചര്യത്തിലേക്ക് ഒരു സ്ഥലത്തുനിന്നും ഒരു സഹായം കിട്ടാതെ പോയല്ലോ മകൾക്ക്. അവൾ പറഞ്ഞില്ലല്ലോ, പറഞ്ഞാൽ എൻ്റെ മോൾക്ക് ഇത് അനുഭവിക്കേണ്ട കാര്യമില്ല. ഷാർജയിൽ ആളുകളുണ്ടായിരുന്നു. അവൾ ആ ലാസ്റ്റ് നിമിഷം ഇനി അത് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഭർത്താവ് നഷ്ടപ്പെടുമോ? അവൾ പറയുന്നല്ലോ, കാല് പിടിച്ച് പറയുന്നു, എൻ്റെ അഫെയർ ഞാൻ സഹിക്കാൻ തയ്യാറായി, എന്നാലും എനിക്ക് എൻ്റെ ഭർത്താവും കൊച്ചുമായിട്ട് ജീവിക്കുന്നേ ഇഷ്ടം. നീ നിൻ്റെ പെങ്ങൾക്ക് എന്ത് കൊടുത്താലും എനിക്ക് പ്രശ്നമില്ല, അപ്പം സ്വർണ്ണമോ പണമോ എന്ത് കൊടുത്താലും. പക്ഷേ അവർ നിന്നെ ഒന്ന് വിട്ടു തന്നെ, എനിക്കും ആഗ്രഹങ്ങളില്ലേ എന്ന് ഇങ്ങനെ എല്ലാവരും പോവാനാ. നീ പെങ്ങളെ കൂടെ വന്നാൻ പോകുന്നത്, എൻ്റെ കൂടെ ഒന്ന് വന്നൂടെ? അതിന് ഉദാഹരണമല്ലയോ സാറേ, കുഞ്ഞിൻ്റെ ചോറൂണിന് അവൻ വന്നില്ല, അവൻ ലീവ് എടുത്ത് അവൻ്റെ പെങ്ങളെ വീട്ടിലിരുന്ന കാര്യം ഓഫീസിൽ ചെന്നാൽ നാണക്കേടാ, നീ പോയില്ലയോ എന്ന് ചോദിക്കും. രണ്ടാമത് 2 മാസത്തിനപ്പുറം അവൻ്റെ വല്യച്ഛൻ്റെ മോൻ്റെ കല്യാണം, സോനു എന്ന് പറയുന്ന ഒരു അവന് അവിടെ ഉള്ളതാണ്, കല്യാണം വന്ന് അന്നേരവും പെങ്ങളും കൊച്ചും അവനും കൂടെ വന്ന്. പിന്നെ കഴിഞ്ഞ മാസം അവരമ്പലത്തിൽ ഉത്സവം, അതിനും പെങ്ങളും കൊച്ചും അവനും കൂടെ വന്ന്. ഇതിൻ്റെ അർത്ഥം എന്താണ്? എന്നിട്ട് പെങ്ങൾ പറഞ്ഞു എന്തെന്നറിയാം, അവിടെ വെച്ച് തന്നെ ഫോൺ ചെന്ന് നമുക്ക് ഇറ്റലിയിലും തായ്ലാൻഡിലും ഒക്കെ കറങ്ങിയിട്ട് പോകാമെന്ന് ഒരാങ്ങളയോട് പറയുന്നതാണ്. അപ്പോൾ ഈ അച്ഛന് ചോദിച്ചൂടെ നിൻ്റെ ഭാര്യയും കൊച്ചും എന്ത് ചെയ്യുന്നു? അപ്പോൾ ഈ അച്ഛനെ അത്രത്തോളം ഉണ്ടെന്ന് സാറിന് മനസ്സിലായില്ലേ? അപ്പോൾ ഇവൻ അവിടെ മുഖം മറയ്ക്കുന്നത് എന്തറിയാ, വിവഞ്ചിയയ്ക്ക് ലീവില്ല. ഈ 3 കാര്യത്തിനും വിവഞ്ചിയയ്ക്ക് ലീവില്ല. പിന്നെ അതുപോലെ തന്നെ ഇവൻ കല്യാണം കഴിഞ്ഞ് 2 പ്രാവശ്യം നാട്ടിൽ വന്നിട്ടുള്ളൂ ഭാര്യയായിട്ട്. അതും ഭാര്യയെ മുമ്പേ വിട്ടിട്ട് അവൻ പിന്നെ വരുന്നത്. അപ്പോൾ അവൻ വന്നു, അവൻ ഫ്രണ്ട്സുമായിട്ട് എൻ്റെ മോളെയും കൊണ്ട് എവിടെയും പോയിട്ടില്ല. അപ്പം നമ്മൾ വിചാരിക്കുന്ന പോട്ടെ. അപ്പോൾ ഇവിടെ വന്നിട്ട് മോളെയും അച്ഛനെയും വീട്ടിലാക്കിയിട്ട് അവൻ ഫ്രണ്ട്സുമായിട്ട് പോയി. 24 മണിക്കൂറും കുടിക്കുന്ന ഒരു വ്യക്തിയാണ്. വേലക്കാരിയെ പറഞ്ഞ് വീട്ടിലും വിട്ട്. അപ്പോൾ ഈ കൊച്ച് ഇവിടെ നിന്ന് അന്നേരം അവനോട് പരാതി പറഞ്ഞ, നിതീഷ് എനിക്ക് ഇവിടെ അച്ഛൻ മാത്രമുള്ളപ്പോൾ നിൽക്കാൻ എനിക്കൊക്കത്തില്ല, അങ്ങനെയാണെങ്കിൽ എൻ്റെ അമ്മയെ വിളിച്ചുകൊണ്ട് വന്നു പറഞ്ഞു. എനിക്ക് നാണക്കേടാവുന്ന, അദ്ദേഹം ഉച്ചയ്ക്കൊക്കെ വെള്ളം അടിച്ചിട്ട് കിടക്കുമ്പം ചോറുണ്ണാൻ വിളിക്കാനൊക്കെ എനിക്ക് ബുദ്ധിമുട്ടാവുന്നു, എന്നാൽ എൻ്റെ അമ്മയെ വിളിച്ചുകൊണ്ട് കൊണ്ടാക്കാമെന്ന് പറഞ്ഞെന്ന് പറയുന്നു. അന്നേരം അച്ഛനല്ലേ, നമുക്കങ്ങനൊരു ബോധം പോകുന്നില്ല. അവൾക്കെന്തായാലും മനസ്സിലായിട്ടായിരിക്കുമല്ലോ അവൾ പറഞ്ഞത്. അപ്പോൾ ഇത് ഏതോ ഒരു കൗൺസിലിങ്ങിന് എന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിനക്ക് വേണ്ടിയിട്ടാണോ ഈ കൊച്ചിനെ കല്യാണം കഴിച്ചതോ നിൻ്റെ അച്ഛന് വേണ്ടിയിട്ടാണോ എന്ന് ഡോക്ടർ ചോദിക്കണമെങ്കിൽ ഡോക്ടർക്ക് നമ്മളെ കാട്ടി എന്തെങ്കിലുമൊക്കെ മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ആ രീതി എന്താണ്? ആ വിധത്തിലും പീഡനങ്ങൾ, മാനസികമായ പീഡനങ്ങൾ ഉൾപ്പെടെ നേരിട്ടു ശരിക്കും അനുഭവിച്ചെൻ്റെ മോള്. ഇന്നിപ്പം ഞാനിത് കണ്ടില്ലേ സാറ്, ഈ ഫോട്ടോ കണ്ടില്ലേ? അത് ഞാനവിടെ പോയിട്ടുള്ള ബാത്റൂമിലാണ് പൂട്ടിയിട്ടിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അത് മനസ്സിലാകുന്നു. പക്ഷേ ഞാനിത് നോക്കുന്നില്ല, എനിക്കത് നോക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിയല്ലേ. ഇപ്പം നോക്കിയിട്ട് ഒത്തിരി പറയാം, അത് ബാത്റൂമാണ് അവിടെ തന്നെ. ആ ചിത്രം ബാത്റൂമിൽ ഇത് ബാത്റൂമാണ്. എൻ്റെ മോളിരിക്കുന്ന ബാത്ത് ടബിൻ്റെ മേളിലാണ്. അകത്ത് പാടുണ്ട്, മുറിവേറ്റ പാടുണ്ട്. ബാത്റൂമിനകത്ത് പൂട്ടിയിട്ട സമയത്ത് കരയുന്നതിൻ്റെ ചിത്രമാണ്, സെൽഫി എടുത്ത ചിത്രമാണ് മകൾ. ഇതാണ് എൻ്റെ അവസ്ഥയെന്നും പറഞ്ഞു അല്ലേ? അത് കണ്ടാൽ നമുക്കറിയില്ല ഇനി എപ്പോൾ അവൻ വന്ന് എന്നെ തുറന്ന് വിടും എന്നുള്ള ഒരു ചിന്താഗതിയിലല്ലേ അതെടുത്തിരിക്കുന്നത്. പറ്റത് അറിയാം. എനിക്ക് ഒന്നേ ഇനി പറയാനുള്ളൂ, എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ ആജീവനാന്തകാലം. ഞാൻ കണ്ടു കൊതി തീരാത്ത കുഞ്ഞ പാവമായിരുന്നു. അറിയും, നാട്ടുകാരോട് ചോദിച്ചു നോക്ക്, വെറും പാവമായിരുന്നു. എന്നിട്ട് ഇനി ഞാൻ ഇവനെ വെറുതെ വിട്ടുകൊടുക്കണോ? കൊടുക്കത്തില്ല. നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് അവനെ തക്കതായ ശിക്ഷ കൊടുക്കാൻ ഞാൻ അടങ്ങത്തില്ല സാറേ. അജംഷാദ്, തീർച്ചയായും രാജ്കുമാർ വളരെ ഈ ക്രൂരമായ സാഹചര്യങ്ങളിലൂടെയാണ് വിഭജിക കടന്നുപോയത് എന്നതിൻ്റെ ഫോട്ടോ അടക്കമുള്ള തെളിവുകളാണ് അവർ മുമ്പോട്ട് വെക്കുന്നത്. ആ വീട്ടിൽ നിന്നും രാജ്കുമാറാണ് കാര്യങ്ങൾ പങ്കുവച്ചത്.